എന്റെ ചേച്ചിയുടെയും അദ്ദേഹത്തിന്റെയും വിവാഹം നടക്കുന്നതിനപ്പുറം ഈ ലക്ഷ്മിക്ക് മറ്റൊന്നും വേണ്ട തിരുമേനി. ആ ഒരു നിമിഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. ജീവിതാഭിലാഷമായി ഞാൻ കാണുന്ന ആ ഒരു കാര്യം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രാണത്യാഗം തന്നെയാണ് എന്റെ മുന്നിലുള്ള ഏക മാർഗം. നിന്നെ തിരുത്താൻ ഞാൻ ആളല്ല കുട്ടി. മുമ്പ് നിന്റെ ചേച്ചിയെ സുഖപ്പെടുത്താൻ വേണ്ടി അഖണ്ഡ ജ്യോതി എടുത്തു. ദൈവകടാക്ഷമുള്ളതുകൊണ്ട് മാത്രം പ്രാണൻ തിരികെ കിട്ടി. ഈ ജീവൻ വെച്ചുള്ള കളി ഇനിയും വേണോ? തിരുമേനി, അമ്മു അഖണ്ഡ ജ്യോതി എടുത്തത് ശ്രീകുട്ടിയെ നടത്തിക്കുക എന്ന ഉദ്ദേശം മാത്രമല്ലായിരുന്നു. ശ്രീകുട്ടി നടന്നാൽ മാത്രമേ സഞ്ജുവുമായിട്ടുള്ള ശ്രീകുട്ടിയുടെ വിവാഹം നടക്കുകയുള്ളായിരുന്നു. ഓ, ആ വിവാഹം മാത്രമായിരുന്നു എൻ്റെ അമ്മുവിൻ്റെ ലക്ഷ്യം, അല്ലേ മോളെ? അതെ അച്ഛാ. ശിവ, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നേ? തിരുമേനി, അടുത്തൊരു മുഹൂർത്തം കണ്ട് എന്റെയും സ്വാതിയുടെയും വിവാഹം നടത്തും. തിരുമേനിയുടെ അനുഗ്രഹം ഉണ്ടാവണം. ലച്ചുവിന്റെ ജീവിതാഭിലാഷമല്ലേ? ഞാൻ മുഹൂർത്തത്തിന് തന്നെ എത്തും. ലച്ചു, വാ. മമ്മി, നിനക്ക് മടങ്ങിപ്പോണമെന്ന് ആഗ്രഹം മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. എന്നെ ഓർത്തിവിടെ കഴിച്ചു കൂട്ടണ്ട. നീ പൊയ്ക്കോ. നിന്റെ ഡാഡി നിന്നെ ഒന്നും ചെയ്യില്ല. മുംബൈക്കാ പോകുന്നെങ്കിൽ എന്റെ കൂടെ മമ്മി ഉണ്ടാവും, അല്ലാതെ ഞാൻ അങ്ങോട്ടില്ല. പിന്നെന്താ പോകുന്ന കാര്യം നീ മല്ലികയോട് സൂചിപ്പിച്ചത്? പോകുന്നത് മുംബൈക്ക് തന്നെ ആവണമെന്നുണ്ടോ? ദുബായിലേക്ക് പോവാലോ. അതാ നിന്റെ താല്പര്യമെങ്കിൽ യാത്രയ്ക്ക് വേണ്ടതൊക്കെ നമ്പീശൻ ചെയ്തു തരും. ആ, നിന്റെ പല ഫ്രണ്ട്സ് അവിടെ ഉള്ളതല്ലേ. കുറച്ചു കാലം നീ അവിടെ നിൽക്ക്. നിന്റെ മനസ്സൊന്ന് ഫ്രഷ് ആവട്ടെ. ഈ അവസ്ഥയിൽ മമ്മിയെ വിട്ട് ഞാൻ പോവില്ല. എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല നീ ഇത് പറയുന്നതെന്ന് എനിക്കറിയാം. മംഗലശ്ശേരിക്കാർക്കെതിരെ വീണ്ടും ഞാൻ ഇറങ്ങി പുറപ്പെടുമെന്ന് ഭയന്നിട്ടല്ലേ? അതെ, ആ അധ്യായം അവിടെ അവസാനിച്ചു. ഒരധ്യായവും അവസാനിക്കുന്നില്ല. അതിനേക്കാൾ സംഭവ ബഹുലമായ അടുത്ത അധ്യായം തുറക്കാനാ. അപ്പം മനസ്സിലാവും വായിച്ചതൊന്നും ഒന്നുമല്ലെന്ന്. വേണ്ട മമ്മി, എല്ലാം എന്റെ പിടിവാശി കൊണ്ട് സംഭവിച്ചതാ. എനിക്കിനി മുൻപും പിൻപും നോക്കാനൊന്നുമില്ല. ദക്ഷ തുടങ്ങിയെടുത്ത് നിന്ന് ആരംഭിക്കാൻ പോവാ. ഇതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ഈ ഭൂമിയിൽ ഒന്നുമില്ല. മമ്മിയെ ഞാനതിന് സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണം? നിന്റെ മുന്നിൽ കീഴടങ്ങിയതാ ഇപ്പൊ എന്നെ ആരും ഇല്ലാത്തവളാക്കി മാറ്റിയത്. ശത്രു എന്ന ശത്രു തന്നെയാ. ശത്രുവിനോട് സന്ധി ചെയ്യാൻ പോയ ആരും ജയിച്ചിട്ടില്ല, തോറ്റു തുലഞ്ഞിട്ടേ ഉള്ളൂ. മമ്മി ഇനി മംഗലശ്ശേരിക്കാർക്കെതിരെ ഇറങ്ങി പുറപ്പെട്ട മമ്മിയുടെ മുന്നിൽ അവർക്ക് പ്രതിരോധം തീർക്കാൻ ഞാനുണ്ടാവും. നാണോ ഇല്ലാത്തവളെ, ഇനി നീ ശബ്ദിച്ച നിന്റെ മുഖം അടിച്ച് പൊളിക്കും ഞാൻ. എന്റെ ശത്രു ഒരു കൂട്ടമാ, അതിലൊറ്റ തിരിഞ്ഞു നോക്കാറില്ല. നീ അവരുടെ ചേരിയിൽ നിന്നാൽ മകളെന്ന വികാരമൊന്നും എനിക്കുണ്ടാവുമെന്ന് നീ കരുതണ്ട. എത്രയും വേഗം ഈ നാട് വിട്ട് പോകാൻ നോക്ക്. അല്ലെങ്കിൽ നാണം കെട്ട നീ ഇനിയും മംഗലശ്ശേരിയിൽ കയറി ചെല്ലും. പറഞ്ഞത് കേട്ടല്ലോ, നീ ഇനി ഇവിടെ ഉണ്ടാവരുത്. പോ. എന്റെ മനസ്സിൽ എന്താന്ന് മമ്മി അറിയുന്നില്ല. കതിർ മണ്ഡപത്തിൽ നിന്ന് കരഞ്ഞിറങ്ങിയ പെണ്ണ്
ജീവിതത്തിൽ ഒരിക്കലും പിന്നെ കരയില്ല. ഇന്നിവിടെ എന്തൊക്കെയാ നടന്നത്? ഇപ്പോഴും ഒന്നും വിശ്വസിക്കാനാവുന്നില്ല. കതിർമണ്ഡപത്തിലേക്ക് വരണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ എങ്ങനെയൊക്കെ ഞാൻ അവിടെ എത്തി. ചേച്ചി അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടില്ലായിരുന്നെങ്കിൽ പിന്നെ അമ്മ ഉണ്ടാവുമായിരുന്നില്ല. എന്റെ ജീവിതം തന്നെ അർത്ഥമില്ലാതായി പോയേനെ. ഇന്നത്തെ ചേച്ചിയുടെ വരവിന് എന്റെ ജീവന്റെ വിലയുണ്ടായിരുന്നു. എന്റെ മാത്രമല്ല, അദ്ദേഹത്തിന്റെയും. 2 ജീവനുകളാണ് ഇന്ന് ചേച്ചിയുടെ വരവ് കൊണ്ട് ഭൂമിയിൽ നിലനിൽക്കുന്നത്. മോളെ, ആ ഒറ്റ കാര്യം മാത്രമാണ് എന്നെ എല്ലാം മറന്ന് കതിർമണ്ഡപത്തിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചത്. എന്നാലും എനിക്ക് വേണ്ടി നീ ഇനി ആർക്ക് വേണ്ടിയും ചേച്ചിയുടെ കണ്ണുകൾ നിറയാൻ പാടില്ല. ചേച്ചി ഇനി കരയരുത്. മോളെ, സ്വാതി, പാവം അമ്മു. അവള് ജീവിക്കുന്ന തന്നെ നമുക്ക് വേണ്ടിയാ. നമ്മൾ ഒന്നിച്ചു കാണാൻ അവളോട് ആഗ്രഹിച്ച മറ്റൊരാൾ ഈ ഭൂമിയിലുണ്ടാവില്ല. പക്ഷെ ഇത്രയും നാൾ ഞാൻ അതെല്ലാം കണ്ടില്ലെന്ന് നടിക്കുമായിരുന്നില്ലേ? അമ്മൂനെ മാത്രമല്ല, സഞ്ജുവിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിയാതെ പോയില്ലേ? ഇത്രത്തോളം ആത്മാർത്ഥമായി സഞ്ജു എന്നെ സ്നേഹിക്കുവാണെന്ന് ഒരിക്കലും എനിക്കറിയില്ലായിരുന്നു. എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രം പറയരുത്. നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് മുന്നോട്ട് പോവാനാവില്ലായിരുന്നു. എന്റെ ജീവിതത്തിൽ നിന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ എനിക്ക് സങ്കല്പിക്കാൻ കൂടി കഴിയില്ലായിരുന്നു. നിനക്കറിയാലോ സ്വാതി, എത്രയോ പ്രാവശ്യം നിന്നെ കാണാൻ ഞാനിവിടെ വന്നിരുന്നു. എന്റെ മനസ്സ് മനസ്സിലാക്കിയിട്ട് അമ്മുവ എനിക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നത്. വരുമ്പോഴൊക്കെ ദൂരം മാറി നിന്നും കിളിവാതിലൂടെയൊക്കെ നിന്നെ ഞാൻ കണ്ടിട്ട് മടങ്ങിയിരുന്ന. ഒരിക്കൽ ഈ ചികിത്സാ മുറിക്കകത്ത് വെച്ച് നിന്നെ ഞാൻ സ്പർശിച്ചപ്പോ എന്റെ സാമീപ്യം നീയെ തിരിച്ചറിഞ്ഞ പോലെ അറിയാതെ സഞ്ജു എന്റെ പേര് നീ പറയുണ്ടായി. ആ നിമിഷം എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈ സഞ്ജു ഉണ്ടെന്ന്. പക്ഷെ നീ എന്നെ തകർത്ത് കളഞ്ഞ അനുഭവം എനിക്കുണ്ടായി. സ്വാതി, നീ പറഞ്ഞാൽ എന്നെ നിന്റെ കൺമുമ്പിൽ കൊണ്ടുവരാന്ന് അമ്മു പറഞ്ഞ നിമിഷം നിന്നിൽ നിന്നും ആ വാക്ക് കേൾക്കാൻ കൊതിച്ച് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് കേട്ട ഉടനെ നിന്റെ മുന്നിൽ വന്ന് നിന്നെ ചേർത്ത് പിടിക്കാൻ മനസ്സ് സന്നദ്ധമാക്കി ഞാൻ കാത്തുനിന്നു. പക്ഷെ സംഭവിച്ചത് സഞ്ജനിക്ക് മാത്രമുള്ളതാണെന്ന് നീ പറഞ്ഞു വെച്ചു.
എന്റെ സാന്നിധ്യം ഉണ്ടായാൽ എല്ലാം അവസാനിക്കുമെന്ന്. ഇതുപോലെ തകർന്നു പോയ മറ്റൊരവസരം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സഞ്ജു, നമുക്ക് വേണ്ടി ജീവൻ പണയപ്പെടുത്തി അമ്മ അഖണ്ഡ ജ്യോതി എടുത്ത സമയത്തും ഞാനിവിടെ ഉണ്ടായിരുന്നു സ്വാതി. ഞാനും അവളോടൊപ്പം ശിവക്കാട് കയറി. മതി സഞ്ജു, എനിക്കെല്ലാം മനസ്സിലായി. ഹോസ്പിറ്റലിൽ വെച്ച് ഗോവിന്ദ് എന്നോട് എല്ലാം പറഞ്ഞു. അതുവരെ തുറക്കാതിരുന്ന എന്റെ കണ്ണ് ഗോവിന്ദ തുറപ്പിച്ചത്. അമ്മുവിനെ സഞ്ജുവിനെ മനസ്സിലാക്കാൻ വൈകിയിരുന്നെങ്കിൽ ഞാൻ എത്ര വലിയ പാപിയായി മാറിയേനെ. സഞ്ജുവിനോ അമ്മുവിനോ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഈ സ്വാതി ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ സഞ്ജുവിന്? ഹരിത്, ആ വാക്കുകൾ പോലും എനിക്ക് താങ്ങാൻ കഴിയില്ല. ഡോക്ടറെ, ആ, എന്താ ജോലിക്ക് മതിയാക്കിയോ? ഇന്നത്തേത് കഴിഞ്ഞു. ഇനി ആവശ്യം തോന്നുമ്പോ ഈ സസ്യങ്ങളൊക്കെ എന്നെ വിളിച്ചോളൂ. ഓഹോ, അപ്പൊ സസ്യങ്ങളുടെ ഭാഷയും വശമുണ്ടല്ലേ ഡോക്ടർക്ക്? ഇതിന് പ്രത്യേക കഴിവൊന്നും വേണ്ട. ഒന്ന് അടുത്തിടപഴകി ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഡോക്ടർ സകലകലാവല്ലഭം തന്നെ. എത്ര പെട്ടെന്ന് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നേ. എന്റെ ചേച്ചിയുടെ കാര്യത്തിൽ എത്ര വലിയൊരു ദുരന്തമാണ് ഡോക്ടർ ഞങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയത്. ചില സമയത്ത് ഡോക്ടറുടെ വാക്കുകൾക്ക് അപാരമായ മാന്ത്രിക ശക്തിയുണ്ട്. ഡോക്ടറോട് എത്ര നന്ദി പറഞ്ഞാലാണാവോ മതിയാവുക. ലച്ചു കാര്യം എന്താണെന്ന് തെളിച്ചു പറഞ്ഞ ഈയുള്ളവനെ മനസ്സിലാക്കായിരുന്നു. മാന്ത്രിക ശക്തിയെ നന്ദി പറച്ചിലും ഒക്കെ കൊണ്ട് ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കാൻ ഞാൻ. അന്ന് ഹോസ്പിറ്റലിൽ നിന്നും ഖദർ മണ്ഡപത്തിലേക്ക് ചേച്ചി വരാൻ തയ്യാറായത് ഡോക്ടർ കാരണമാണ്. തക്ക സമയത്ത് ഡോക്ടർ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെട്ടത്. ഈയൊരു ആവശ്യമായി ചേച്ചിയുടെ മുന്നിൽ എത്ര തവണ ഞാൻ പരിശ്രമിച്ചതാ. പക്ഷെ പരാജയമായിരുന്നു. തന്റെ മനസ്സും ജീവിതവും തുറന്നു കാണിച്ചല്ലേ അദ്ദേഹം ചേച്ചിയെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്. എന്നിട്ടും ചേച്ചിയിൽ നിന്നും അനുകൂലമായൊരു നിലപാടുണ്ടായോ? ഇല്ല. പക്ഷേ അവസാനം നിങ്ങളുടെ ശ്രമം കൊണ്ടാണ് ചേച്ചിക്ക് മനംമാറ്റം ഉണ്ടായത്. ഖദർ മണ്ഡപത്തിലേക്ക് വരാൻ തയ്യാറായതു. അതെന്റെ വലിയ കഴിവായൊന്നും കാണണ്ട. ഞാൻ വെറും ഒരു നിമിത്തം മാത്രം. പരസ്പരം സ്നേഹിക്കുന്നവരെ വേർപെടുത്താൻ ആരാ ആഗ്രഹിക്കുക? സ്വാതിയുടെ ഉള്ളിന്റെ ഉള്ളിൽ സഞ്ജു ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായത്. പക്ഷേ ചേച്ചിയിൽ നിന്നും അവസാന നാൾ വരെ അങ്ങനൊരു പ്രതികരണം ഉണ്ടായില്ലല്ലോ. അപ്പോഴും സഞ്ജനയ്ക്ക് വേണ്ടിയായിരുന്നു ചേച്ചി വാദിച്ചിരുന്നത്. അത് സ്വാതിക്ക് സഞ്ജുവിനോട് സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നല്ല. ഒന്നുമല്ലെങ്കിലും ഒരുപാട് വർഷം അവർ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നവരല്ലേ, പരസ്പരം കൂടുതൽ മനസ്സിലാക്കിയവരും. അങ്ങനെയുള്ളവർക്ക് അത്ര പെട്ടെന്നെല്ലാം മറക്കാൻ കഴിയോ? മനസ്സ് നിറയെ സഞ്ജുവിനോട് സ്നേഹമുണ്ടായിരുന്ന സ്വാതി അത് മറച്ചുവെച്ച് നമ്മുടെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു. ഡോക്ടർ, അത് സ്വാതി സഞ്ജുവിനൊരു ബാധ്യതയാകുന്നുള്ള തോന്നലാകും അവളെ കൊണ്ട് ഇതിനെ പ്രേരിപ്പിച്ചത്. ബാധ്യതയോ? അതെ ലച്ചു, വൈകല്യത്തോടെ തന്നെ സഞ്ജു സ്വാതി ഉൾക്കൊള്ളും. ഒരുപക്ഷെ കഴിഞ്ഞതിലും മേലെ സ്നേഹിക്കും. ചെറിയൊരു വേദന പോലും സ്വാതിക്ക് കൊടുക്കില്ല. സ്വാതിയുടെ വേദന സ്വന്തം വേദനയായിട്ട് ഏറ്റെടുക്കും. പക്ഷേ മറ്റുള്ളവർ സഞ്ജുവിന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയ ബാധ്യതയായിട്ട് മാത്രമേ സ്വാതിയെ കാണുകയുള്ളൂ എന്ന് അവൾ ഭയപ്പെട്ടിരിക്കാം. ആർക്കും ബാധ്യതയായി തീരാൻ സ്വാതി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ലല്ലോ.
ശരിയാണ്. അത് തന്നെയാണ് അവസാന നിമിഷം വരെ ചേച്ചിയെ പിന്തിരിഞ്ഞിരിക്കാൻ പ്രേരിപ്പിച്ചത്. അവസാനം സ്വാതി കതിർമണ്ഡപത്തിലേക്ക് വരാൻ തയ്യാറായതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. ആ കാരണമാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ ആള്. സ്വന്തം ചേച്ചിക്ക് വേണ്ടി, ചേച്ചി സഞ്ജുവുമായി ഒന്നിക്കാൻ വേണ്ടി ലച്ചു ചെയ്ത പ്രവൃത്തികളാണ് ഞാൻ കൂടുതലും എണ്ണി പറഞ്ഞത്. താൻ മൂലം തന്നെ ജീവനായി കാണുന്ന അനുജത്തിക്ക് ഒരപകടവും സംഭവിക്കരുതെന്ന് സ്വാതി ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. എത്രയൊക്കെ അകറ്റി നിർത്താൻ ശ്രമിച്ചിട്ടും 10 മടങ്ങ് ശക്തിയോടെ സഞ്ജു സ്വാതിയുടെ മനസ്സിലേക്ക് അലിഞ്ഞിറങ്ങുമായിരുന്നു. ഉള്ളുകൊണ്ട് സഞ്ജുവിനെ സങ്കടപ്പെടുത്താനും സ്വാതി ഒരുക്കമല്ലായിരുന്നു. ആ നിമിഷം സ്വാതിയെ നടന്നതും നടക്കേണ്ടതുമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ എന്നെ ദൈവമായിട്ട് നിയോഗിച്ചതാണെന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. അല്ലാതെ നന്ദി പറയേണ്ടതായിട്ടൊന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ പ്രണയം മനസ്സിലുള്ളവർക്ക് ഇതൊക്കെ എളുപ്പത്തിൽ തിരിച്ചറിയാനാവും. എന്നിട്ടും ഈ കുട്ടിക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. ആഹാ, ശരി, ഞാൻ വിളിച്ചോളാം. കല്യാണം നടക്കാതെ പോയതിന് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. അടുത്ത ബന്ധുക്കളെ വിളിച്ച എടുക്കാതിരിക്കുന്ന എങ്ങനെ? ഈ ചോദ്യങ്ങളൊക്കെ അവസാനിപ്പിക്കണോ അച്ഛാ? എത്രയും പെട്ടെന്ന് കല്യാണത്തിന് മുഹൂർത്തം കുറിക്കണം. ദിനേശൻ എന്നെ വിളിച്ചിരുന്നു. അവൻ രാവിലെ വിവാഹമുണ്ടോ നോക്കി പോയതാ. 5-ാം തീയതി ഒഴിവുണ്ട്. 5-ാം തീയതി ഒഴിവുണ്ടായിട്ട് കാര്യമുണ്ടോ? മുഹൂർത്തം കൂടി നോക്കണ്ടേ? ഓ, കല്യാണത്തിന് തിടുക്കമായല്ലേ? അച്ഛൻ ശാസ്ത്രികളെ ഒന്ന് വിളിക്കേ. എന്നാ ശാസ്ത്രികളെ വരുത്താം. സുമതി, ആ ഫോൺ ചെയ്തോ. വിളിച്ചിട്ടെ എത്രയും വേഗം ശാസ്ത്രികളോട് വരാൻ പറ. ശാസ്ത്രികളോട് ഇപ്പൊ തന്നെ വരാൻ പറയാം. കല്യാണം വീണ്ടും നടക്കാൻ പോകുന്നു. ദക്ഷ അടങ്ങിയിരിക്കുമെന്നാ ഇവിടെയുള്ളവർ ധരിച്ചു വച്ചിരിക്കുന്നത്. ദക്ഷയെ കളത്തിലിറക്കണം. സഞ്ജുനൊന്ന് കാണാൻ കൊതിച്ചിരിക്കുമായിരുന്നു ഞാൻ. അങ്ങനൊരാഗ്രഹം എനിക്കും ഉണ്ടായിട്ടല്ലേ ഞാനും വന്നത്. അവഗണനയോളം വലിയ വേദന വേറെയില്ല, അതും സ്നേഹിക്കുന്നവരിൽ നിന്നുണ്ടായാൽ. സഞ്ജുനെ അവഗണിച്ചു എന്ന് മാത്രം പറയരുത്. ആ തിരിച്ചറിവാ എന്നെ വേദന ഇരട്ടിപ്പിച്ചത്. എല്ലാം കഴിഞ്ഞു പോയില്ലേ? ഇനി അതേപ്പറ്റി സംസാരിക്കണ്ട. എനിക്ക് കരച്ചിൽ വരും. അമ്മൂനെ കണ്ടില്ലല്ലോ. അവളിപ്പോ ഇവിടുത്തെ ആളല്ലേ? ശരണാലയത്തിൽ വെച്ച് പരിചയപ്പെട്ടൊരു മുത്തശ്ശി കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ പരിചരിക്കുക. അവരെ അമ്മ ഇവിടെ വിട്ടിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെന്താ, കൂടെ കൊണ്ടുപോകാനാണോ? എന്താ അവളുടെ മനസ്സിലെന്ന് എനിക്കറിയില്ല. അവര് തമ്മില് മുത്തശ്ശിയും കൊച്ചുമോളും ആയിക്കഴിഞ്ഞു. അല്ല,
ആ സ്ത്രീയുടെ വീട്ടുകാരെ പറ്റിയോ ബന്ധുക്കളെ പറ്റിയോ എന്തെങ്കിലും വിവരം അറിയോ? എങ്കിൽ അവരെ കണ്ടെത്തി നമുക്ക് അവരെ തിരിച്ചേൽപ്പിക്കായിരുന്നു. ആ മുത്തശ്ശിക്ക് പഴയകാലമൊന്നും ഓർമ്മയില്ലെന്ന് അമ്മ പറഞ്ഞത്. സഞ്ജു അമ്മുവിനെ കണ്ടെന്ന് സംസാരിക്കേ. പിന്നെ ഗോവിന്ദനെ കൂടി വിളിച്ചോളൂ. ആ, ഞാൻ അവരെ കണ്ടിട്ട് വരാം. നീ ഇവിടെ ഇരിക്കേ. വാ പതുക്കെ. പോയിട്ട് ഓക്കെ, സഞ്ജു പോയിട്ടോ, ഞാനിവിടെ ഇരുന്നോളാം.